കർത്താവിൻ്റെ ധന്യനാമം ഈ വൈകിയ വേളയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the name of the Lord be glorified today evening. ഒരുമിച്ച് കർത്താവിനെ ഇങ്ങനെ പിന്നെയും നമുക്ക് വാഴ്ത്തുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നൽകി തന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank the Lord for the time we have been together here to worship the Lord. നമ്മൾ വായിച്ച സങ്കീർത്തനം ഏവർക്കും പരിചിതമാണ്, ഒരുപാട് പ്രാവശ്യം വായിച്ചതാണ്. And the psalm that we have read is quite a known to one. അതിലെ മിക്ക വരികളും നമ്മൾ വായിക്കുമ്പോൾ ദൈവവുമായി കൂടുതൽ അടുക്കുവാൻ ഒരു അവസരം നമുക്കുണ്ട്. And many of the verses when we read from this psalm that makes us be more closer to the Lord. ഈ സങ്കീർത്തനം എഴുതിയ പശ്ചാത്തലമൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. And we know it was written what is the background this psalm was written. ഞാൻ അതിന്റെ പശ്ചാത്തലത്തിലേക്ക് ഒന്നും കടക്കുന്നില്ല, നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. And we know the background, so I am not going to say about the background now. ഒന്ന് വായിച്ചു വിടാം. ദാവീദ് അബീമേലെക്കിന്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടി ഇറക്കുകയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടിയ സങ്കീർത്തനം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. And it was written in the heading that it was written by David when he was in trouble. അതിന്റെ പശ്ചാത്തലം 1 ശമൂവേൽ 21:11 മുതലുള്ള വാക്യങ്ങളാണ്. 1 ശമൂവേൽ 21 മുതലുള്ള വാക്യങ്ങളിലാണ് കിടക്കുന്നത്. And we can see the background in 1 Samuel from chapter 21 verse 11. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. And I am not going to get into the background. ഈ സങ്കീർത്തനത്തിൽ ഒരു ഭക്തൻ എങ്ങനെ ആയിരിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. And in this psalm is saying how he should be. It is written very clearly here. ഒരു ഭക്തൻ എങ്ങനെ ആയിരിക്കുമ്പോഴാണ് ദൈവം അവനുമായുള്ള ബന്ധം, അല്ലെങ്കിൽ അവനെ അനുഗ്രഹിക്കുന്നത്, അവന് കൊടുക്കുന്നത്, അവനെ ബലപ്പെടുത്തുന്നത്, അവനെ നടത്തുന്നത് എല്ലാം അവിടെ എഴുതിയിട്ടുണ്ട്. And it is written that how a saint should be, and then that is the way, what's the way he can be blessed from the heaven. ഈ ഒരു സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പശ്ചാത്തലം ഒരു ഏകദേശം 3500 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചത്. And when this psalm was written, actually the background had happened around 3500 years back. ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ നമുക്ക് ചിലപ്പോൾ ഇതൊന്നും വളരെ അങ്ങോട്ട് എന്തുവാ പറയുന്നത് ഗ്രഹിക്കാൻ പറ്റത്തില്ലായിരിക്കും. In our present situation we not be able to understand fully the background when this psalm was written. ഇത് 3500 വർഷങ്ങൾക്ക് മുമ്പ് ദാവീദ് പാടിയ ഒരു സങ്കീർത്തനം. ആ തൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. David sang this psalm when it was 3500 years ago when he was in trouble, and that trouble we may not understand in our situation. ഞാൻ ഇത് പറയാനുള്ള കാരണം ഇന്നത്തെ തലമുറകൾക്ക്, ഇനി മുന്നോട്ടുള്ള തലമുറകൾക്ക് ഇതൊന്നും മനസ്സിലാകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. What I am trying to say is this kind of background, this time generation or the generation that are going to come, they may not understand. കാരണം അവർ ജീവിക്കുന്ന ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് അവരൊരിക്കലും കാണാത്തൊരു പശ്ചാത്തലമാണ്. Because the situations, the generations are going to live, that is going to be different what was there before. എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എൻ്റെ മാതാവ് പറയും നീ പ്രാർത്ഥിക്ക് ദൈവം തരുമെന്ന് പറയും. And in my childhood when I wanted something, my mother used to tell me that you pray to the Lord and the Lord can give you. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എനിക്കൊരു സൈക്കിൾ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. And once I wanted a bicycle and I told my mom about it and she asked me to pray to the Lord. അത് കിട്ടി, പക്ഷേ അത് ദൈവം തന്നു. പക്ഷെ പപ്പയോ അല്ലെങ്കിൽ മമ്മിയോ വാങ്ങിച്ചു തന്നതല്ല, അത് ദൈവം തന്നു. അതൊരു വിശ്വാസമായിരുന്നു അന്ന്. And I prayed about it and I got a bicycle. It was not from my parents but God had provided it. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് എന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? But in these days if our children ask you something and the parents may not be able to say that pray to the Lord. വിശ്വാസം എന്താണ് എന്ന് നമ്മുടെ തലമുറകളെ നമുക്ക് പറഞ്ഞ് പഠിപ്പിക്കുവാൻ കഴിയുന്നുണ്ടോ? And the same way how my parents taught me about faith, the same way we cannot teach our generation about faith. ഇന്ന് എൻ്റെ കുഞ്ഞ് എനിക്ക് എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോൾ ദൈവം തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചിന്തിക്കുക, ഓ പപ്പയുടെ കയ്യിൽ ഇത്രയും പൈസയുണ്ട്, അവനറിയാം കാര്യങ്ങളും എല്ലാം. And if my child asks me about something and if I tell him that God is going to provide, he knows that I got money, then why I have to ask the Lord? ഇന്ന് അങ്ങനെ നമ്മൾ പറയുമ്പോൾ അവർ നമ്മളെ കാണുന്നത് എന്താ, നമ്മൾ നുണ പറയുക എന്നുള്ളതാണ്. And if I tell my child that the Lord will provide, he may think that I am telling lie. ഇത് ദൈവം രാത്രി കൊണ്ട് തരുന്നതല്ല, അപ്പം തന്നെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് അവർക്കറിയാം. And they know that the Lord is not going to give it overnight and my father has to buy for me. ഞാൻ പറഞ്ഞത്
ഈ ഒരു പശ്ചാത്തലവും ഇപ്പം നമ്മളായിരിക്കുന്ന ഒരു പശ്ചാത്തലവും വെച്ച് വചനം വായിക്കുമ്പോൾ നമ്മൾ ഈ ആയിരിക്കുന്ന നമ്മുടെ തലമുറകൾക്ക് ഇതൊന്നും മനസ്സിലാകണമെന്നില്ല. What I am trying to say is, if you try to understand the background when this psalm was written, it is going to be very different from what we are now, so we may not understand fully about the psalm. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ജീവിക്കുന്ന പശ്ചാത്തലം എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുന്നതോ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതോ അല്ല, ഒരു പശ്ചാത്തലത്തിലല്ല അവർ ജീവിക്കുന്നത്. We cannot blame our generation because they are not in a situation such that they have to give much importance for the worshipping of the Lord. ഇന്ന് ഏറ്റവും കൂടുതൽ ഹ്യൂമാനിസത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. And these days they are giving more importance for the humanity. നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ ഈ സൺഡേയിൽ വന്ന് കിട്ടുന്ന ഈ വചനം മാത്രമേ ഉള്ളൂ അവരുടെ ജീവിതത്തിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. Our children has only once time they get to know about the Lord is only when they come to the church. അവർ സ്കൂളിൽ പോകുമ്പോൾ പഠിക്കുന്നത് ഇതിന് വിപരീതമായിരിക്കുന്ന കാര്യങ്ങളാണ്. But when they go to the school the other days, they are learning quite opposite to what they are learning in the church. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് വിപരീതമായിരിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ അവരെന്തുമാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് ഈ ദിവസങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. So we should really understand how much our children are struggling when they are going to the school. They are learning something different to what they learn in the Sunday school or the അത് church. സഭയുടെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ടീച്ചിങ്ങിലേക്ക് സഭ വരുന്നില്ല. And the problem with the church is they are not going to come into that kind of teaching where the children will understand. ഇവർ സഭയിൽ വരുമ്പോൾ കേൾക്കുന്നത് കർത്താവിനെ കുറിച്ചല്ല. When they come to the church, they are not really learning about Jesus. അവർ കർത്താവ് ചെയ്തത് എന്തെന്നല്ല അവർ കേൾക്കുന്നത്, അത് ദൈവം തരുന്ന ബ്ലെസ്സിങ്ങിനെ കുറിച്ച് മാത്രമാണ് കേൾക്കുന്നത്. And they are not really learning about what the Lord is doing. They are just learning about what are the blessings they are getting from the Lord. അതാണ് അവരുടെ ലക്ഷ്യം. അവരാണ് അത് മാത്രമേ കേൾക്കുകയുള്ളൂ. അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ പറയും, എനിക്കൊരു ദൈവമുണ്ട്, ദൈവം എല്ലാം എനിക്ക് അനുഗ്രഹങ്ങൾ തരും. അതല്ല, ദൈവം എന്തിനാണ് ഈ ഭൂമിയിലേക്ക് കടന്നു, കർത്താവ് എന്താണ് ചെയ്തത് എന്നുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. Because nowadays they only know because of the blessings that the Lord had given, but they don't really know what the Lord is actually. അല്ലേ? അതല്ലേ നിങ്ങളും കേൾക്കുന്നത്? നിങ്ങളും അതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ അല്ലേ വരുന്നത്? That is the only thing you always learn about is only blessings that the Lord can give you. ഇവിടെ ഈ ഭക്തൻ പറയാണ്, ഞാൻ എല്ലാ കാലത്തും എന്ത് ചെയ്യും? യഹോവയെ വാഴ്ത്തും. And here that saint is saying that I will bless the Lord at all times. എല്ലാ കാലത്തും, ഏത് സമയത്തും, ഏത് പരിസ്ഥിതിയിലും ഞാൻ ദൈവത്തെ വാഴ്ത്തും. And he says that at all times, in whatever situation he is going to bless the Lord. അപ്പോൾ എല്ലാ കാലത്തും വാഴ്ത്തും എന്നുള്ളത് ആ ഭക്തന്റെ തീരുമാനമാണ്. And here it is that saint's decision that whatever happens at all times I am going to bless the Lord. അവിടെ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് പറയുന്നില്ല, പക്ഷെ ഭക്തൻ സ്വയമായി തീരുമാനിക്കുകയാണ്, എനിക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ ഏത് പരിസ്ഥിതിയിലാണെങ്കിലും ഞാൻ നോക്കുന്നത് എൻ്റെ യഹോവയായിരിക്കും, ഞാൻ വാഴ്ത്തുന്നത് യഹോവയായിരിക്കും. It is the decision by the psalmist that at all times I am going to bless the Lord and I am going to praise him in whatever situations I am going to go through. അതിൻ്റെ നെക്സ്റ്റ് വേർഡ്, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിൽ ഇരിക്കും. അതും ഭക്തന്റെ തീരുമാനമാണ്. And it's also say that his praise will be always in my mouth. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ സങ്കീർത്തനത്തിൽ ഭക്തന്റെ തീരുമാനവും ദൈവത്തിന്റെ ഇടപെടലും രണ്ടും കൂടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. And here what we can see is the actual decision that is taken by the psalmist and the Lord's intervention. ഇവിടെ ഏറ്റവും പ്രാധാന്യമായിരിക്കുന്നത് ഈ ഭക്തന്റെ തീരുമാനമാണ്. And the main thing or important thing what we have to see is the decision that has been taken by the നമുക്കെല്ലാവർക്കും saint. അനുഗ്രഹങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം വേണം, പക്ഷേ എനിക്കും നിങ്ങൾക്കും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടന്നു വരാൻ കഴിയുന്നു. And all the time we need the blessings from the Lord, but what me and you should come to that kind of decision that you will bless the അതുകൊണ്ടാണ് Lord. ഞാൻ പറയുന്നത് എൻ്റെ ഉള്ളം യഹോവയിൽ. ഇതെല്ലാം ഭക്തനെ കുറിച്ച് തന്നെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ എന്ത് ചെയ്യും? ദൈവത്തിൽ ആശ്രയിക്കും, അല്ലെങ്കിൽ എല്ലാ കാലത്തും ദൈവത്തെ വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവൽമേലിരിക്കും, എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കും. And whatever he is saying is its own decision that he is going to do all these things like praising Lord, blessing Lord. എന്നോട് ചേർന്ന് യഹോവയെ ആരാധിക്കുക. And നിങ്ങൾ ആരാധിക്കാനല്ല പറയുന്നത്, എന്നോട് ചേർന്ന്. he's saying along with him we have to worship the Lord. നാം ഒന്നിച്ച് അവന്റെ നാമത്തെ വാഴ്ത്തുക. We together will worship the Lord. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, and I requested to the Lord, അവൻ എനിക്ക് ഉത്തരമരുളി. and he gave me the ഇതെല്ലാം answer. ഭക്തൻ തന്റെ ജീവിതത്തെ താഴേക്ക് വായിക്കുമ്പോൾ അതെല്ലാം മനസ്സിലാവും, ഭക്തൻ ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. And all these verses what you are seeing is what the saint is doing. ഇപ്പൊ ദാവീദ് ചെയ്യുന്ന കാര്യങ്ങളായി പറയുന്നത്. And it's about the David what he is continually doing for the Lord. അപ്പൊ നമ്മൾ ചെയ്യുമ്പോഴാണ് ദൈവം
ദൈവത്തിൻ്റെ പാട്ട് ചെയ്യുന്നത്. And what that means is if you start doing something, that is the time God will do something in return. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ഒരു ദിവസം ഞാനിങ്ങനെ നമ്മുടെ വാഷ്റൂമിലേക്ക് കടന്നു പോയപ്പോൾ രണ്ട് നമ്മുടെ കുഞ്ഞ് സഹോദരങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആരാന്ന് പറയുന്നില്ല, രണ്ട് കുഞ്ഞു സഹോദരൻ ഭയങ്കരമായിട്ട് വർത്തമാനം പറയുകയാണ്. The other day when I went to the washroom, I saw our two kids, they were talking outside. അപ്പം ഞാൻ അവരുടെ ആ സംസാരം ഒന്ന് ശ്രദ്ധിച്ചു. And I started listening their conversation. അവർ പറയുന്നത് എന്താണെന്നറിയാമോ? And you know what they were discussing about? അവർ ഇംഗ്ലീഷ് വർഷിപ്പ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നത്. And they had gone after our English worship. അവർ കൂടുതലും പറയുന്നത് മലയാളത്തിൽ, എന്തൊരു പോറാ മലയാളം വർഷിപ്പ്. And they were saying that ഇത്രയും നേരം ഇവിടെ നമ്മൾ ഇരിക്കണമല്ലോ. they were saying ശ്രദ്ധിക്കുകയായിരുന്നു അവരെ. And they were saying about the Malayalam worship which was going to come after that. വലിയ പിള്ളേരല്ല, തീരെ കുഞ്ഞുങ്ങളാ. And they were saying that it's going to be boring when we sit അപ്പം in the ഞാൻ അവിടെ Malayalam. ഇരുന്ന് ചിന്തിക്കുകയായിരുന്നു. And I was thinking that time. നമ്മുടെ തലമുറകൾ എന്താണ് നമ്മുടെ ആരാധനയെ കുറിച്ച് ചിന്തിക്കുന്നത്? And what our generations are thinking about our Malayalam worship. അത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. We should be very serious about that matter. കാരണം അവർ കേട്ടിരിക്കുന്നതും ആരാധിക്കുന്നതും അവർ കാണുന്നതും ഒന്നുമല്ല സത്യം, സത്യവചനം അവർക്ക് കൊടുക്കണം. And whatever they are seeing or whatever they are hearing, it is not the actual thing. They have to learn the word of God. അപ്പോൾ ഇവിടെ പറയണ അവങ്കിലേക്ക് നോക്കിയവർ, ആ വചനമാണ് ഞാൻ ഇന്ന് പകലെടുക്കാൻ ഉദ്ദേശിച്ചത്. And I want to അവങ്കിലേക്ക് നോക്കിയവർ, 5-ാം വാക്യം. I want to go to the verse 5. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. And it says that they looked unto him and they were lightened. അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. And their faces were not ashamed. ഇന്ന് പകൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാനിരിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധ എപ്പോഴും ദൈവത്തെങ്കിലായിരിക്കണം. And what I want to encourage both of you and me that we our ഇവിടെ ഈ concentration ഭക്തൻ should be തന്നെ the Lord. കുറിച്ച് പറയുമ്പോൾ, And when he was talking about the saint അപ്പൊ താൻ ആരെയാണ് ഈ സ്ഥിതിയിൽ ആശ്രയിക്കുന്നത്, and whom in this situation he is actually depending upon. അതിന്റെ രണ്ടാമത്തെ പാട്ടായിരിക്കുന്ന 6-ാമത്തെ വാക്യത്തിൽ താൻ പറയാണ്, ഈ എളിയവൻ തന്നെ കുറിച്ചുള്ള ഒരു ബോധ്യം തനിക്ക് ഉണ്ടായിട്ടാണ് പറയുന്നത്, എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല ഇത്. And in verse 6 he says that I can't do anything myself. മനസ്സിലാവുന്നുണ്ടോ? ഈ എളിയവൻ എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ലെന്നാണ് അതിന്റെ അർത്ഥം. And he says that I am a humble man, I cannot do anything myself. അവങ്കിലേക്ക് നോക്കാൻ മാത്രമേ എനിക്ക് കഴിയത്തുള്ളൂ. I can only do one thing, I can look unto the Lord. എൻ്റെ കയ്യിലുള്ള പവറോ എൻ്റെ കയ്യിലുള്ള ധനമോ എൻ്റെ കയ്യിലുള്ള സ്ഥാനങ്ങളോ എനിക്ക് എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല, എനിക്കൊന്നും വാങ്ങാൻ കഴിയത്തില്ല എന്നുള്ള തിരിച്ചറിവ് ആണ് തൻ്റെ ജീവിതത്തിൽ ദൈവം ഇത്രയും ബലപ്പെടുത്തിയത്. Whatever things I have in my hand, my riches or my strength or my power, nothing can help me. അപ്പോൾ ഈ ഭക്തൻ തൻ്റെ ജീവിതത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാണ്, ഞാൻ എളിയവനാ. After saying all this, he is saying that I am a poor man. ആ ഒരു തിരിച്ചറിവ് നമ്മുടെ അകത്തുണ്ടായാൽ, പ്രൈസ് ദി ലോർഡ്, നമ്മൾ താഴും. We should have that kind of realization that we are a poor man, then we will be humble ourselves. ഇന്ന് ഈ സമയത്ത് നമ്മൾ ഓർക്കണം, നമുക്കുള്ളത് ഒന്നും നമ്മുടേതല്ല. And what you have to think today is whatever you think you have is nothing yours. നിങ്ങൾക്ക് ഒരുപാട് ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ തീരുന്നൊരു സമയമുണ്ട്. And you may have a lot of bank balance, but that will end one day. നിങ്ങൾക്ക് ഭവനമുണ്ടാകും, വാഹനമുണ്ടാകും, നിങ്ങൾ ആഗ്രഹിക്കാത്ത സ്ഥാനങ്ങളിലായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനങ്ങളായിരിക്കും നിങ്ങൾ. You may have a good position, you may have a good car, good house. അയ്യൂബിനോട് ചേർന്ന് നമുക്ക് ഇന്ന് പറയാൻ കഴിയണം, And along with Job we can say one thing. മൺകൂരകളിൽ പാർക്കുന്ന വ്യക്തി. And we are the one, we are in this flesh or in this body. എൻ്റെ ജീവിതം എങ്ങനെ പുഴു പോലെ അരിഞ്ഞു പോകും. And one day it will be eaten by the worms. ഈ ഒരു തിരിച്ചറിവാണ് അയ്യൂബിന് പറയുന്നത്, ഞാൻ താമസിക്കുന്ന ഈ ഭവനം അല്ലെ ഈ മണ്ണ് പോലും എൻ്റെ അല്ലെന്ന്, അല്ലെങ്കിൽ ഈ ശരീരം പോലും എൻ്റെ അല്ല. That's what the Job says, the place where I live and my body, that's not mine. രാവിലെ വൈകിട്ട് നമ്മൾ സുന്ദരമായി കൊണ്ടു നടക്കുന്ന ഈ ഭവനം, തലയൊക്കെ ചീകി പൗഡറൊക്കെ ഇട്ട് കൊണ്ടു നടക്കുന്ന ഈ ശരീരം പോലും നമ്മുടേതല്ലെന്നുള്ള തിരിച്ചറിവ് ഒരു ഭക്തനുണ്ടാകണം. And a saint should have that kind of realization that our body that we carry every day, that is not yours. Praise the Lord.
അപ്പോഴാണ് അവൻ ദൈവത്വത്തിലേക്ക് തിരിയുന്നത്. And when you have that kind of realization, you will turn to the Lord. അങ്ങനെ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തന്റെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളാണ് ബാക്കി കാര്യങ്ങൾ അങ്ങോട്ട് താഴേക്ക് എഴുതിയിരിക്കുന്നത്. And a man who actually humbly requests to the Lord and who lean to the Lord, that kind of person will get a lot of blessings. That is what in the following verses. നമ്മൾ പഴയ നിയമം ഉടനീളം പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ഭക്തന്മാരും അവരുടെ കോൺസെൻട്രേഷൻ അവർ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് ദൈവത്തെയാണ്. And if you look at all the saints, if you learn about them, you know that they all used to lean to or concentrated on to the Lord. അവർക്ക് ദൈവത്തെ തിരിച്ചറിവാണ്, ആ ഒരു തിരിച്ചറിവാണ് അവർ പറയുന്നത് അവർ ലജ്ജിച്ചു പോയില്ല എന്ന്. And they always used to realize or recognize God as the Lord is, and so they never ashamed in their life. അവരുടെ മുഖം ഒരിക്കലും ലജ്ജിക്കാത്ത ഒരു ദൈവത്തെങ്കിലേക്കാണ് അവർ നോക്കിയതെന്നുള്ള തിരിച്ചറിവാണത്. And they had that kind of realization, is that they were looking into a Lord so that their face will not be ashamed. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു സമയത്ത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നോക്കേണ്ടതും ആ ദൈവത്വത്തിലേക്കാണ്. And this time I also want to remind you that you also have to look unto the same Lord. ഒരുപാട് ഉദാഹരണങ്ങൾ പുതിയ നിയമത്തിലുമുണ്ട് ഇങ്ങനെ നോക്കണമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. And there are quite a lot of examples you can see even in the New Testament. പെട്ടെന്ന് ഹെബ്രായ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചാട്ടെ. ഒന്നാം വാക്യം വായിച്ചാൽ ഞാൻ ഇവിടെ വായിക്കാം. Hebrews chapter 3 verse 1 and 2. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവിൻ. So it is saying there that wherefore, holy brethren, partakers of the heavenly calling, consider the apostle and high priest of our profession, Christ Jesus. ഇവിടെ അനേകം ക്വാളിറ്റീസ് നമുക്ക് തന്നിട്ടുണ്ട്. And here we can see we have lot of qualities. ഒന്ന്, നമ്മൾ വിശുദ്ധന്മാരെ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. And one thing, we have been called as holy brethren. അവിടെ പിന്നെ സഹോദരന്മാരെ എന്ന് വിളിച്ചിട്ടുണ്ട്. And they have called us brethren. അത് മാത്രമല്ല, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാണ്. And another thing is we are the partakers of the heavenly calling. നമ്മളൊരു സാധാരണ വ്യക്തി അല്ല എന്ന് പകരം മനസ്സിലാക്കണം. And then we can understand that we are not a common man. അങ്ങനെയുള്ള നമ്മൾ The people who are like that, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. so we need to look at the Lord. കാരണം എന്നാന്നറിയാമോ? Why we have to? അല്ലെങ്കിൽ നമ്മൾ വീണു പോകും. Because otherwise we will fall. നമ്മൾ വീഴുന്ന മുഴുവൻ ഈ മനുഷ്യരെ നോക്കുന്നുണ്ടായ പ്രശ്നം. We always fall because we look unto the people. അല്ലേ? ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്ന മുഴുവനും മനുഷ്യനെയാണ്. Because we are concentrating on other people, that is why we fall. അതുകൊണ്ടാണ് അവിടെ ദാവീദ് പറഞ്ഞത്, ഞാൻ അവങ്കിലേക്ക് നോക്കും. That's why David says that I will look unto the Lord. എൻ്റെ ആൾബലമോ എൻ്റെ പവറോ എൻ്റെ ശക്തിയോ എൻ്റെ പിൻബലത്തിലുള്ളത് ഒന്നുമല്ല, അവങ്കിലേക്ക് നോക്കും. I am not looking at my power or my strength or anything. I am looking unto the Lord. എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടാൻ നിമിഷങ്ങൾ മതി, പക്ഷേ ആ ദൈവം എന്നെ സൃഷ്ടിച്ച ദൈവത്തിലേക്ക് നോക്കുമ്പോൾ എൻ്റെ ഏത് സ്തുതിയിലും എന്നെ മാറ്റി മറിക്കുവാൻ, എന്നെ അനുഗ്രഹിക്കുവാൻ, എന്നെ വളർത്തുവാൻ, എന്നെ നിർത്തുവാൻ കഴിയുന്ന ഒരു യഹോവയായ ദൈവത്തിലേക്ക് നോക്കും. I know I can lose everything what I possess, but if I look unto the Lord, He can change my situation in a moment. ഈ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ആദ്യത്തെ ലേഖനങ്ങളിലൊക്കെ പറഞ്ഞു എന്നെ നോക്കി പഠിക്കാൻ പറഞ്ഞു, തന്നെ നോക്കി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെടുക്കുന്നില്ല സമയം. And you can see that the apostle Paul in the epistle, some of the epistles, he said that you look unto me and learn from me. അങ്ങനെ പറഞ്ഞ ആ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വന്നപ്പോൾ പറയാം, എന്നെ നോക്കിയാലും നിങ്ങൾ വീഴാൻ ചാൻസ് ഉണ്ട്, മനുഷ്യനല്ലേ. And after some time, Paul said another thing, that if you look unto me, you may fall at one time. നമുക്ക് നോക്കുവാൻ കഴിയുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. And there is only one person we can look into, that is only our Lord Jesus Christ. അതേ ലേഖനത്തിന്റെ അവസാനത്തെ അധ്യായം 12-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. 12-ാം അധ്യായം എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ആകയാൽ നാം സാക്ഷികളുടെ എത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ. അപ്പം നമ്മൾ ഓടുന്നത് ആരെ നോക്കിയാ? So if you come to the last chapter of Hebrews chapter 12, you can say that Paul is saying that look unto the Jesus who is the author and finisher of faith. ഓട്ടത്തിൻ്റെ ലക്ഷ്യം യേശുവാണ്. So aim of your race should be Lord. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്
അവങ്കിലേക്ക് നോക്ക്. So what the word of God is saying us is look unto the Lord. മനുഷ്യരെ നോക്കിയാൽ നിങ്ങൾ വീഴും. And if you look unto the people, you will fall. പക്ഷേ നിന്റെ ഏത് സ്തുതിയിലും നിന്നെ അറിയുന്ന ഒരു ദൈവത്തിങ്കിലേക്ക് നീ നോക്ക്. But any situation, it doesn't matter what your situation you are, you have to look unto the Lord ആ who knows you ദൈവം well. നിന്റെ മുഖം ഒരിക്കലും ഹല്ലേലൂയ നിരാശരായി തീരുവാൻ And അനുവദിക്കത്തില്ല. that Lord will never let your face to be ashamed. നീ ഒരിക്കലും ലജ്ജിതനായി തീരുവാൻ അനുവദിക്കത്തില്ല. And he will never make you ashamed. കാരണം നീ നോക്കിയിരിക്കുന്ന ദൈവം സർവശക്തനായ ദൈവമാണ്. Because the Lord that you are looking is the Almighty God. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു പാഠം എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാൻ നോക്കേണ്ടത് എൻ്റെ ക്രിസ്തുവിനെയാണ്. And so you should have that kind of realization lesson in your life that you have to look unto ഒരുപാട് the കാര്യങ്ങൾ Christ. പറയാനുണ്ടെങ്കിൽ സമയപരിമിതി കൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. There are a lot of things I want to say because of the time എൻ്റെ limitation. നിങ്ങളുടെ I am stopping വിശ്വാസത്തിന്റെ here. നായകനാരാണ്? കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. So you should know that the author of your faith is your Lord. എനിക്കും നിങ്ങൾക്കും ഒരുപാട് നായകന്മാർ അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടമുള്ളവർ ഈ ഭൂമിയിൽ കാണും. പക്ഷേ എൻ്റെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ നായകനും അത് പൂർത്തി വരുത്താൻ കഴിയുമുള്ള ഒരു യഹോവയായ ദൈവം അല്ലെങ്കിൽ കർത്താവിനെയാണ് നമ്മൾ നോക്കേണ്ടത്. You may know a lot of heroes in this world, but you have to look unto the Lord who is the author and the finisher of the faith. കണ്ടോ, തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത് സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂസിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. And it says in 12 verse 2 that he looked at the joy that was set before him, entered the cross, despising the shame, and he sat down the right hand of the throne of God. ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിനെ നോക്കി ആ ഓട്ടം തികയ്ക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. So these days let us look unto that Lord and let us finish our race. സഭകളിൽ നിന്ന് അനുഗ്രഹങ്ങളല്ലാതെ ക്രിസ്തുവിനെ ഉയർത്തുന്ന ക്രിസ്തുവിനെ പഠിപ്പിക്കുന്ന സഭകളായി മാറണം. And let our church be not just talking about the blessings of the Lord, but the church should എന്നാൽ start teaching മാത്രമേ the നമ്മുടെ Christ. തലമുറകൾക്ക് കർത്താവ് ആരെന്ന് മനസ്സിലാകത്തുള്ളൂ. Then only our generation will understand who is our Lord Jesus Christ. അനുഗ്രഹങ്ങളും വിടുതലും മാത്രമല്ല കർത്താവിൻ്റെത്. Only it is not just the blessings or deliverance that you need to teach. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം കർത്താവ് എന്തിനാണ് ഈ ഭൂമിയിൽ കടന്നു വന്നത്, But instead we should make them understand why എന്താണ് the Lord had എനിക്ക് come നിങ്ങൾക്ക് here വേണ്ടി ചെയ്തത്. and what he had done for you and me. അത് അവർക്ക് കൊടുത്താൽ അവരൊരിക്കലും കർത്താവിനെ വിട്ടുമാറത്തില്ല. And if they try to learn that kind of things, അവന്റെ they never leave the സ്നേഹത്തെ Lord. നമ്മൾ പ്രദർശിപ്പിച്ചാൽ, അവന്റെ സ്നേഹത്തെ പഠിപ്പിച്ചാൽ അവരൊരിക്കലും അത് വിട്ടുമാറത്തില്ല. And if you teach them the love of the Lord, they will never അവർ go away ഏത് from the Lord. പരിസ്ഥിതിയിലായിരുന്നാലും കർത്താവിനെ മുറുകെ പറ്റും. And in that situation, wherever they are, then they will cling on to the അങ്ങനെ Lord. നമ്മുടെ തലമുറകളെ ഈ കാലഘട്ടത്തിൽ വളർത്തിയെടുക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. Let Lord help us to make them ഈ make our വചനങ്ങളാൽ generation. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇത് ഇത്രയും സമയം അനുവദിച്ചെന്ന കർത്താവിന്റെ ദാസനും സഭയുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിന്നിരിക്കുന്നു.